രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടിക്കടക്കം വേദിയിൽ ഇനി മുതൽ ഭാരതമാതാവ് ഉണ്ടാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ സർക്കാർ നീക്കങ്ങൾ നിർണായകമാണ്. രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഒരെണ്ണം പ്രേക്ഷകർ കാണുന്നത് RSSന്റെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയാണ്. ഈ ഭാരതാംബ യഥാർത്ഥത്തിൽ VD സവർക്കർ 1920കളുടെ അവസാനം കൊണ്ടുവരുന്ന ആശയമാണ്. അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരികയും ആ ആശയത്തിന്റെ ഭാഗമായി ഇതിനകത്തൊരു ഭാരതാംബ എന്നൊരാശയം കൊണ്ടുവരികയും ചെയ്യുന്നത്. അത് 20ാം നൂറ്റാണ്ടിൻ്റെ 2ാം ദശകം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വരുന്നത്. എന്നാൽ മറുഭാഗത്ത് നോക്കൂ, ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മരുമകൻ അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രമാണ് ഈ ഭാരതാംബ. യഥാർത്ഥത്തിൽ അബനീന്ദ്രനാഥ ടാഗോറിന് ഈ ആശയം കിട്ടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ്, വന്ദേമാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠ് എന്ന നോവലിൽ നിന്നാണ്. ആനന്ദമഠ് എന്ന നോവലിൻ്റെ ഒരു ഭാഗത്ത് ഈ ഭാരത് മാതയെക്കുറിച്ചുള്ള വിവരണമുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർഡായി, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അബനീന്ദ്രനാഥ ടാഗോർ ഈ ഭാരതാംബയുടെ ചിത്രം വരയ്ക്കുന്നത്. ഈ ഭാരതാംബയുടെ ചിത്രമല്ല ഒരു ഹൈന്ദവ പുരാണങ്ങളിലും ഹൈന്ദവ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒന്നും ഭാരതാംബ എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയില്ല. അത് VD സവർക്കർ കൊണ്ടുവരുന്നൊരു ആശയമാണ്. VD സവർക്കർ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ ചിത്രത്തിനെ മാറ്റി ഈ ചിത്രത്തെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഇത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നവുമല്ല എന്നുള്ളതാണ് വാസ്തവം.